പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. എന്റെ ബിഗ് ബോസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാൻ ഇച്ചിരി പൊസിഷൻ മാറിയിരിക്കുകയാണ്. കാരണം വീട്ടിൽ കറണ്ട് ഇല്ല, 5:30 വരെ കറണ്ട് ഇല്ല എന്ന് KSEB എന്നൊരു മെസ്സേജ് വന്നു. എന്തോ ചെയ്യാനാ, ജനലും തുറന്നു വെച്ച് അത്യാവശ്യം കിട്ടുന്ന വീഡിയോയ്ക്ക് തിരിഞ്ഞിരുന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോയ്ക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ വെട്ടമോ ഇല്ല എന്നുണ്ടെങ്കിൽ സാധനം നിങ്ങൾ ക്ഷമിച്ചു കൊള്ളണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ കമന്റ് ഇടാവൂ. പിന്നെ 3 ഹൈപ്പ് ഉണ്ട് ഒരാഴ്ച. ഇനി ഹൈപ്പ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് കൊടുത്തോളാം. നമ്മൾ ഈ വീഡിയോക്കകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് വിത്ത് പ്രൂഫ് വീഡിയോയാ. ചേച്ചിയുടെ കള്ളത്തരങ്ങൾ അങ്ങ് പൊളിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ പൊളിയൊന്നുമല്ല. ഈ നാട്ടിൽ അല്ലെങ്കിൽ ഇവിടെ കിടന്നുകൊണ്ട് ഒരു കള്ളത്തരങ്ങളുടെ വലിയൊരു കൂമ്പാരം ഉണ്ടാക്കിയിട്ട് ആ കൂമ്പാരത്തിന്റെ മോള് കയറി നിന്നുകൊണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ഷോയുടെ പ്ലാറ്റ്ഫോമിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിന് ചേച്ചി ഒരിക്കലും പ്രതീക്ഷ കാണത്തില്ല. കൂട്ടമായിട്ടിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ജെന്യുവിനായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ സൈഡിൽ നിന്നും ജെന്യുവിനായിട്ടൊരു ആൻസർ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയത്തില്ല എന്നുള്ളൊരു കാര്യം അവിടെയാണ് നിങ്ങൾക്ക് പിടി വീണത്. അവിടെയാണ് നിങ്ങൾ ഇപ്പൊ ബബ്ബ നമ്മുടെ സ്പടിക സിനിമയിൽ തിലകം പറയുന്നത് അല്ല, ആ ബബ്ബ അവരുടെ മുന്നിൽ കിടന്ന് അടിക്കേണ്ടി വന്നത്. വ്യക്തമായ പ്രൂഫ് സഹിതമായിരിക്കും ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. ആ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്കെല്ലാം അറിയായിരിക്കും, ചേച്ചിയുമായിട്ട് അപ്പാനി ശരത്തും അഭി ആയിട്ടുള്ള ചെറിയൊരു കോൺട്രവേഴ്സി, അങ്ങോട്ടും ഇങ്ങോട്ടും തലവേദനയുടെ സംഭവം പറഞ്ഞിട്ടൊരു വഴക്കും. ആ വഴക്കിനെ തുടർന്ന് ചേച്ചി അത്രയും തലവേദന എടുത്തിരുന്ന രേണു സുധി ഭയങ്കര ലൗഡ് എന്ന് വെച്ചാൽ എനിക്കൊന്ന് ആ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ലൗഡായിട്ട് സംസാരിച്ചിട്ടുള്ള വ്യക്തി രേണു തന്നെ ആയിരിക്കും. ആർക്കും വിട്ടുകൊടുക്കത്തില്ല എന്നുള്ളൊരു പിടിവാശിയും ധീര യോദ്ധാവായിട്ട് ബിഗ് ബോസിലേക്ക് ചെന്നതുകൊണ്ട് ഒരിക്കലും ഒരു പൊസിഷനിൽ പോലും എനിക്ക് വിട്ട് സംസാരിക്കാൻ കഴിയത്തില്ല എന്ന ആർജവത്തോടു കൂടി തന്നെ ഇവർ സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശബ്ദം ഉയർന്നു പോകുന്നു, അങ്ങ് ഉയരങ്ങളിലേക്ക് എത്തുന്നു. ഉയരം കൂടുന്തോറും ചായയുടെ മധുരം കൂടുമെന്ന് ലാലേട്ടൻ പറഞ്ഞതുപോലെ മിക്കവാറും ഈ ആഴ്ച ലാലേട്ടൻ നന്ദയ്ക്ക് വിളിക്കട്ടെ, അത് വേറൊരു കാര്യം. അപ്പം അങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കിന് പെട്ടെന്നാണ് അനു വന്നിട്ട് 2 ചീത്തയൊക്കെ വിളിച്ചിട്ട് ഇത് തലവേദനയല്ല ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് ചോദിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് ഇവർ ഓർത്തത് കേട്ടോ, എനിക്ക് തലവേദന ആയിരുന്നല്ലോ എന്നുള്ളൊരു കാര്യം. അപ്പൊ അതിന് മുമ്പേ ചേച്ചിയുടെ ഒരു കളിയുണ്ട് കേട്ടോ. ആ കളി ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഇതിനകത്ത് ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ഇതാണ്ട ഇപ്പൊ തലവേദനയില്ലേ മോളെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നതോ ദൈവത്തിനാണോ ഉണ്ടായിരുന്നത്. അതായത് ദൈവത്തിനാണോ ഉണ്ടായിരുന്നു, അല്ല തലവേദന ഉണ്ടെന്നല്ല, ദൈവത്തിനാണോ ഉണ്ടായിരുന്നു. അപ്പൊ തലവേദന മാറിയതിനു ശേഷമാണല്ലോ ഇവരിപ്പോ ഇറങ്ങിയോട്ട് വന്നത്. അതിനുശേഷമാണ് എപ്പിസോഡ് കണ്ടവർക്കറിയാം, അതിനുശേഷമാണ് അവിടെ വഴക്ക് നടന്നത്. അപ്പൊ വഴക്ക് നടന്ന് ഇവരുടെ കള്ളക്കളി എല്ലാം കൈയോടെ പൊക്കിയപ്പോഴത്തേക്ക് ഓടി ചെന്നിട്ട് ക്യാമറയുടെ മുന്നിൽ ചെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നിനക്ക് തലവേദനയല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ചേച്ചിക്ക് മനസ്സിലായി ഇനി ഈ കളി കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ഇവരെല്ലാം കൂടെ എന്നെ കൂട്ടമായിട്ടിട്ട് ആക്രമിക്കുന്നു. ഓടി ചെന്ന് ക്യാമറയുടെ മുന്നിൽ ചെന്നിട്ട് എനിക്കൊരു പെയിൻ കില്ലർ വേണം, ബിഗ് ബോസ് അത്യാവശ്യമാണ്, ഭയങ്കര തലവേദന. അതുവരെ തലവേദന മറന്നിരുന്നത് അനു ഓർമ്മിപ്പിച്ചപ്പോഴാണ് അയ്യോ എനിക്ക് തലവേദന ആയിരുന്നല്ലോ എന്ന് ഓർത്ത്. അത് നല്ലൊരു തലവേദനയാണ് കേട്ടോ, അത് വളരെ മികച്ചൊരു തലവേദനയായിരിക്കും, മെഡിക്കൽ മിറാക്കിൾ തന്നെയായിരിക്കും. ചിലപ്പോൾ ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു തലവേദനയായിട്ടായിരിക്കും ബിഗ് ബോസ് രേണുവിന്റെ തലവേദന ഇനി മുതൽ അറിയപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഇതാണ് ചേച്ചിയുടെ ഇന്നലത്തെ ഒരു പരിപാടിക്കകത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം, ചേച്ചിയുടെ കള്ളത്തരങ്ങൾ. ഞാൻ അപ്പോഴേ പറഞ്ഞു, ചേച്ചി ഈ മാതിരി പരിപാടികളൊന്നും പോയി കാണിക്കരുത്, ഇത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്, അവരെല്ലാം പൊക്കുകയും ചെയ്യും. ഇതിപ്പോ നമ്മൾ മാത്രം പൊക്കുന്ന അല്ലാതെ പിള്ളേരങ്ങ് ചോദിക്കും അതിനകത്തന്നെ. ഇപ്പം അവിടെ ആദിലെ നൂറയും പിന്നെ മറ്റേ രണ ഫാത്തിമ കൊച്ചു ഇവര് തന്നെ കേട്ടോ അതിനകത്ത് ഇച്ചിരി കോൺട്രവേഴ്സി പരമായിട്ടുള്ള പല കാര്യങ്ങളും എടുത്തിട്ട് ചോദിക്കുന്നത്. ഇനി ചോദിക്കും പഴയ കാര്യങ്ങൾ എന്തിനാണ് ബിഗ് ബോസിനകത്തേക്ക് കുത്തിപ്പൊക്കിയതെന്ന് ഏതെങ്കിലും കമന്റ് വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ പറയാം, വിത്ത് രേണു സുധിയുടെ പെർമിഷൻ എടുത്തിട്ടാണ് ഈ ആദില ഈ ഒരു ചോദ്യം ഈ ഒരു വ്യക്തിയോട് ചോദിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയിട്ട് അത് കണ്ടവർക്കല്ല, അല്ലെങ്കിൽ ഇന്ന് എപ്പിസോഡ് കാണാൻ പോകുന്നവർക്കറിയാം. എന്തായാലും നമുക്ക് അതിന്റെ ഒരു വീഡിയോ സംഭവം കണ്ടുപോകാം. ചേച്ചി തന്നെ കുറെ ഇങ്ങനെ പറഞ്ഞ് എക്സ്പോസ് ചെയ്തതിനെ കൊണ്ടാണ് ആൾക്കാർ ചേച്ചിനെ പെട്ടെന്ന് വീഡിയോ ഇങ്ങോട്ട് വാ ഞാൻ പറയട്ടെ നല്ലെന്നോ. എന്റെ പൊന്നി ചേച്ചി ഈ വീഡിയോക്കകത്ത് ചേച്ചി പറഞ്ഞിട്ടുള്ളതും ചേച്ചി എന്തോ പറയുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തെളിവ് സഹിതം എടുത്തിട്ട് കാണിക്കുന്നത് തന്നെ ആയിരിക്കും. ചേച്ചി ചുമ്മാ ആവശ്യമില്ലാതെ പറയുകയൊന്നും വേണ്ട. അയ്യോ വീഡിയോക്കാർ വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചേച്ചിയോട് ചോദിക്കുന്നതാണ്. എന്തിനാ ചേച്ചി ഇങ്ങനെ കള്ളത്തരം പറയുന്നത്? അത് ചേച്ചി പറഞ്ഞിട്ടല്ലേ അവരെടുക്കുന്നത്. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ചേച്ചിയുടെ അവൻ അഭിനയം ഉണ്ടല്ലോ, ചേച്ചി മറ്റേ അഭിനയ കുലപതി ആയതുകൊണ്ട് നമുക്ക് ചേച്ചിയുടെ അഭിനയം കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് ഇതെന്തോ നടക്കാൻ പോകുന്നുള്ളൊരു കാര്യം. അതായത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് ചേച്ചി ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത്, അല്ലാതെ ഇന്ന ചോദ്യമേ ചോദിക്കാവൂന്ന് അവരോട് പറഞ്ഞിട്ടില്ലെന്ന്.
എന്റെ പൊന്നു ചേച്ചി, നിങ്ങളുടെ വീട്ടിൽ വന്ന് പല ഇന്റർവ്യൂസും പല ആൾക്കാർ എടുത്തപ്പോഴത്തേനും നിങ്ങൾ തന്നെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചോദിച്ചതൊക്കെ നമുക്കറിയാം. തൊട്ടടുത്തുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ചെന്നിട്ട് രേണുവിനെ കുറിച്ച് പൊക്കി പറയാമെന്ന് പറഞ്ഞ കാര്യം വരെ നമ്മൾ അറിഞ്ഞു. പിന്നെ കിടന്നുകൊണ്ട് മെഴുകല്ല് കേട്ടോ, മെഴുകല്ല്. പിള്ളേർ ചിലപ്പോൾ എല്ലാം അറിഞ്ഞിട്ട് വന്ന് ബിഗ് ബോസ് സംസാരിക്കുന്നതായിരിക്കും. ഇവിടം തൊട്ടാണ് ചേച്ചിക്ക് സംസാരം അല്ലാതെ അല്ലെങ്കിൽ ഉത്തരവില്ലാതെ നിന്ന് പോകുന്ന സിറ്റുവേഷനിലേക്ക് വരുന്നത്. വീടിന്റെ കാര്യം ഒരാള് ഇപ്പൊ ഞാൻ പുറത്തുനിന്ന് ഞാനിപ്പോ വീട്ടിൽ നിന്ന് പുതിയ ചേച്ചി അപ്പൊ ഞാൻ വന്നത് ചേച്ചി വീട്ടിൽ ചോദിച്ചുണ്ടോ ആള് വീട്ടിൽ 5-ാം തീയതി വന്നായിരുന്നു. അന്ന് പുള്ളിയുടെ ദേഹം നിറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. ചേച്ചി ഇതെവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇത് ചേച്ചി പറയുന്നത് കേട്ടല്ലോ. 5-ാം തീയതി ഇല്ലേ ആ മീഡിയക്കാരന്റെ വീട്ടിൽ വന്നായിരുന്നു. അപ്പൊ അവരുടെ ദേഹം നനഞ്ഞതുകൊണ്ടാണ് അവർ ചോദിക്കുന്നുള്ളൂ. ചേച്ചി പറഞ്ഞൊരു കാര്യം, നമ്മൾ ഇതിനെക്കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തു. ചേച്ചി കള്ളത്തരങ്ങൾ പറഞ്ഞു കേട്ടോ. ഈ ഇമാതിരി പരിപാടിയാണ്. ഇവരുള്ള കാര്യം ഞാൻ പറയാം. ഇതേ ആ ഒരു 5-ാം തീയതി അവിടെ നിന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ നിങ്ങൾ കണ്ടു കാണും അവരുടെ വീഡിയോ. അവർ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു. രേണുസുതി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ 2-ാം ചരമവാർഷികം നടന്ന ദിവസം കനത്ത മഴ പെയ്തപ്പോൾ മഴ പെയ്ത് ഞാൻ അവിടെ പോയതല്ലേ. ഞാൻ പോകുന്ന കഴിഞ്ഞ് മഴ പെയ്തൊന്നും എനിക്കറിയില്ല. ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞ് 2 മണിയോ 1 മണി 2 മണി 1 മണി 2 മണിക്ക് ആ സമയത്താണ് ഞാൻ അവിടെ നിന്ന് കയറി വരണത് ഫുഡും കഴിച്ചിട്ട്. ആ വരുന്നോളം വരെ നല്ല വെയിലായിരുന്നു. പിന്നെ നല്ല വെയിലത്തെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ. ആ വെയിലത്തുള്ള വീഡിയോ. വെയിലത്തെ ഞങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാതെ ഞങ്ങള് കാല് ചെരുപ്പം കണ്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ കാല് പൊള്ളു. ഈ പറയുന്നത് ആരാ? നമ്മുടെ രേണുവിന്റെ ആ സമയത്ത് ഉറ്റ തോഴിയാ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത്. നിങ്ങൾ എന്ത് വിചാരിച്ചിരിക്കുന്നത്? അവിടെ മഴ പെയ്തിട്ടില്ല. കാലില് ചെരുപ്പില്ലാതെ ചൂടത്ത് ഓടുന്ന വീഡിയോ അവരെ എടുത്ത് അവർ അപ്ലോഡ് ചെയ്തു. എന്നിട്ട് പറയണേ മഴ പെയ്ത്. ഏതവന്റെ ദേഹത്താടാ മഴ പെയ്തത്? അത് മഴയൊന്നും ആയിരിക്കത്തില്ലടാ. മീഡിയക്കാരാ ആ കൊച്ചു ചേർക്കാൻ ടെറസിന്റെ മേളിൽ കയറി താഴോട്ട് പെടുത്താൻ കണ്ട അതിന്റെ ദേഹത്ത് വന്ന് വീണതാ. ഒരു മണപ്പിച്ച് നോക്കിക്കൂടായിരുന്നു. അപ്പോഴേ മഴ പെയ്ത് വെള്ളം വീണു ചോദിച്ചൊന്നു. ഇന്റെ പൊന്നു വെച്ച് കള്ളത്തരങ്ങൾ. ഇനി ഇവിടെ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ വേണ്ട. ഇവരുടെ വീടിന്റെ അടുത്തുനിന്ന് ഒരു 30 മീറ്റർ മാത്രമായിരിക്കും നമ്മുടെ ഈ നോബൽ ഫിലിപ്പ് ബിഷപ്പിന്റെ വീട്. ഞാൻ ആ ബിഷപ്പിനെ ഒന്ന് വിളിച്ചു ചോദിച്ചു, ബിഷപ്പേ ഇങ്ങനെ ഒരു മഴ അവിടെ പെയ്തിട്ടുണ്ടോ? അപ്പൊ ബിഷപ്പ് പറയുന്നു നോക്കൂ. സംഭവങ്ങളെല്ലാം ഞാൻ കണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അതിനകത്ത് ഒരു സ്ഥലത്ത് പോലും ഒരു മഴ പെയ്യുന്ന ഒരു അന്തരീക്ഷമോ മഴയോ അതിനകത്ത് ഞാൻ കണ്ടിട്ടില്ല. അതിനുശേഷം ഇവര് നേരെ അടക്കിയ സ്ഥലത്തോട്ടാണ് പോകുന്നത് ഞാൻ കണ്ടത്. അന്ന് രാവിലെ ഒരു 7 മണി മുതൽ വൈകിട്ട് ഒരു 6 മണി 6:30 വരെയുള്ള സമയത്തും ഞാൻ ഈ താമസിക്കുന്ന സ്ഥലത്ത് മഴ ഉണ്ടായിട്ടില്ല. അവിടെ താമസിക്കുന്നവര് മഴ കണ്ടിട്ടില്ല, അവിടെ വന്നവര് മഴ കണ്ടിട്ടില്ല. ചേച്ചി മാത്രം എങ്ങനെ മഴ കണ്ടു? എനിക്ക് ബലമായ ഡൗട്ട്. വൃതപ്പം ജനലിൽ കയറി ഇന്ന് ടെറസിന്റെ മേളിൽ നിന്ന് താഴോട്ട് പെടുത്ത് അത് വന്ന് മീഡിയക്കാരന്റെ ദേഹത്ത് വീണ് മീഡിയക്കാരൻ വന്ന് ചോദിച്ച് ചേച്ചി വീട്ടില് ചോർച്ച അടച്ചില്ലേന്ന്. ചോർച്ച അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ചെറുക്കൻ പെടുക്കാതിരിക്കണം, എന്നാലേ ചോർച്ച അടയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. ചുമ്മാ എന്തിനു ഇമാതിരി കള്ളത്തരങ്ങളൊക്കെ എടുത്ത് വെച്ച് ബിഗ് ബോസിനകത്ത് വന്നിട്ട് വീണ്ടും കിടന്ന് അതിന്റെ പുറത്ത് കിടന്ന് മെഴുകാനായിട്ട് നോക്കുന്നത്? അല്ല, നിങ്ങൾക്കൊരു തെറ്റ് പറ്റി, എനിക്കൊരു തെറ്റ് പറ്റി എന്ന് നിങ്ങളോട് അഡ്മയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കിട്ടുന്ന സപ്പോർട്ടിനകത്ത് കൂടുതൽ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ ചാൻസ് വളരെ ഹൈയാണ്. കാരണം എത്ര തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് ആത്മാർത്ഥമായിട്ട് സമ്മതിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പം നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നവർക്ക് പിന്നെ വോയിസ് ഇല്ല അവിടെ. അവര് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ എന്തായിരിക്കും പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾക്കെതിരെ ഒരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കുറ്റം ഏറ്റു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ വോയിസ് ഇല്ല. നിങ്ങളെന്തിനാ കുറ്റം ഏറ്റത്? അങ്ങനെ ഏക്കരുത്. അങ്ങനെ ഏറ്റ് ഞങ്ങൾ എന്തോ ചെയ്യും? അങ്ങനെ ചോദിക്കാൻ പറ്റുമോ നമുക്ക്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കമന്റ് ബോക്സിൽ ഇരിക്കുന്നവരെല്ലാം തിരിച്ച് നമ്മുടെ തന്തയ്ക്ക് വിളിക്കത്തില്ലേ? നീ എന്റെ തന്തയാണോ നമ്മാര് നമ്മളോട് ചോദിക്കത്തില്ലേ? അതുകൊണ്ട് നമ്മൾ അങ്ങനെ മിണ്ടത്തില്ല. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ചേച്ചി വീണ്ടും കേൾക്കുന്നില്ല. വീണ്ടും മറ്റേ തിട്ടത്തിനകത്ത് കിടന്ന് ഇങ്ങനെ മെഴുകിക്കൊണ്ടിരിക്കുന്ന കറങ്ങുക. വീണ്ടും കിടന്നുണ്ട് പിള്ളേരെ കിടന്ന് കാണിക്കുക, കൈയിട്ട് അടിക്കത്തില്ലേ? അത് കണക്ക് ചേച്ചി ഇരുന്ന് ഇപ്പൊ ബിഗ് ബോസിനകത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ കാണുമ്പോഴേ പറഞ്ഞില്ല, ആദ്യമേ പറഞ്ഞു ചേച്ചി ബിഗ് ബോസിനുള്ളിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തികട്ടി വരുമ്പോൾ നമ്മൾ വിത്ത് പ്രൂഫ് എടുത്ത് വീഡിയോ ചെയ്യുമെന്നുള്ളൊരു കാര്യം 24/7 ചുമ്മാതല്ല വെച്ചിരിക്കുന്നത്. അവർ ഇതുപോലെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിടാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെടുത്ത് ഇടുക തന്നെ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ചേച്ചിയുടെ ബാക്കി ഭാഗം നോക്കാം. എന്തുവാടാ നിങ്ങൾ കൊച്ചു 3 പിള്ളേരുന്നുണ്ട് ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള രേണാസുതി എന്ന് പറയുന്ന യൂട്യൂബ് തരംഗമായിട്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ട് സോഷ്യൽ മീഡിയയുടെ ഇടയിൽ പറന്ന് നിൽക്കുന്ന ധീര വനിതയായിട്ട് നിൽക്കുന്ന കൊച്ചിനെ ഉപദേശിക്കുന്ന ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ പറയരുത്. അതൊന്നും അഡ്മിറ്റ് ചെയ്യുന്ന കാര്യമൊന്നും. നിങ്ങൾ എന്ത് പറയുന്നത്? ചേച്ചി എന്നൊക്കെ വെച്ചാൽ വേറെ തരംഗ ലെവലിലേക്കൊക്കെ ബിഗ് ബോസിൽ എത്തിയതാ. നിങ്ങൾ പറയുന്ന ഉപദേശങ്ങളൊന്നും കേൾക്കാനൊന്നും ചേച്ചിക്ക് സമയമൊന്നുമില്ല. ചേച്ചി ആരും ഉപദേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ വഴി തന്നീ വഴി രണ്ടും കറക്റ്റായിരിക്കും ചിലപ്പോൾ. അങ്ങനെ പോട്ടെന്ന്. വീട്ടിൽ 5-ാം തീയതി വന്നപ്പോ എന്റെ ദേഹത്ത് വെള്ളം വീണുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ചേച്ചി മീഡിയക്കാർക്ക് കിട്ടുന്ന കണ്ണിൽ അവർക്ക് കിട്ടുന്നുണ്ട്. ചേച്ചിനോട് സഹതാപം ഉണ്ടെങ്കിൽ ചേച്ചിനെ നല്ല
അയ്യോ ചേട്ടൻ ചേച്ചി സ്ക്രിപ്റ്റിനകത്ത് ഡയലോഗ് ഉണ്ട് എവിടെ ഒപ്പിക്കുന്നു ഇങ്ങനെയൊക്കെ ചേട്ടാ ചേട്ടൻ ഇതിനകത്ത് എങ്ങനെ വെള്ളം വേണ്ട ഞാൻ അപ്പോഴും പറഞ്ഞില്ല ഋതപ്പം തന്നെ ആ ചെറുക്കൻ തന്നെ ആ കൊച്ചു ചെറുക്കൻ എങ്ങാണ്ട് ജനലിൽ കയറി ഇന്ന് പെടുത്തതാ അല്ലാതെ വെള്ളം വീണ വേറെ ഒരു ചാൻസും ഇല്ല അല്ലെങ്കിൽ ആ വീട്ടിൽ മാത്രമായിട്ട് മഴ പെയ്യാനായിട്ട് എന്തെങ്കിലും ദിവ്യമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ ആ വീട്ടില് ദിവ്യ ഉണ്ണിയെ പോലെയുള്ള വല്ല ദിവ്യ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ ഇല്ലായിരിക്കും ഇല്ലേ പിന്നെ എങ്ങനെ മഴ പെയ്ത് ആവശ്യമില്ലെങ്കിൽ ഞാൻ കാര്യം പറഞ്ഞതാണ്. അയ്യോ ചേച്ചി പറഞ്ഞ ഡയലോഗ് കേട്ടോ എനിക്ക് ആരുടെ സഹതാപം എമ്പതിയും കുമ്പതിയും സമ്പതി ഒന്നും ആർക്കും വേണ്ടെന്ന് ചേച്ചിക്ക് വെച്ചാൽ സമ്പാദ്യം വേണം അത് വേറൊരു കാര്യം ഈ എമ്പതിയും കുമ്പതിയും ഒന്നും വേണ്ടെന്ന് പറയുകയും ചെയ്യും നാഴികയ്ക്ക് 40 വട്ടം സുധിച്ചേട്ടന്റെ ബാഗ് ഇതായിരുന്നു സുധിച്ചേട്ടൻ അവസാനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാഗ് ഇതാണ് സുധിച്ചേട്ടന്റെ അവസാനമായിട്ട് ഇട്ടിരുന്ന ഉടുപ്പ് ഇതാണ് സുധിച്ചേട്ടൻ അവസാനമായിട്ട് ഇട്ടിരുന്ന പാന്റ് ഇതാണ് സുധിച്ചേട്ടന്റെ സ്പ്രേ കുപ്പി ഇത് എന്റെ ചായ ഗ്ലാസ് ചായ കുടിച്ചെടുത്ത് കളഞ്ഞില്ല കേട്ടോ അതുകൊണ്ട് അങ്ങനെയൊക്കെ എടുത്ത് കാണിക്കും ഇതൊന്നും ആരുടെയും സിമ്പതി കിട്ടാനോ എമ്പതി ക്രിയേറ്റ് ചെയ്യാനോ വേണ്ടിയിട്ടുള്ളതല്ല എന്റെ കാര്യം ഞാനിങ്ങനെ ഓരോ ദിവസം സുധിച്ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്കിന് ഞാൻ അതെടുത്ത് വീഡിയോ ചെയ്യുന്നു അത്രേ ഉള്ളൂ ഇതൊന്നും സിമ്പതി ക്രിയേറ്റ് ചെയ്യാനല്ല ഞാൻ ബിഗ് ബോസിനുള്ളിലേക്ക് വരുമ്പോഴത്തേക്കിന് ഞാൻ സുധിച്ചേട്ടനോട് പറയും സുധിച്ചേട്ടാ ഞാൻ എത്തി ഇതൊന്നും സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ എന്റെ ആഗ്രഹങ്ങൾ സഫലമാക്കാനായിട്ട് വരുന്നതാ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ പോകുന്നതിന് 3-4 ദിവസം എടുത്തൊരു വീഡിയോ ഞാൻ പോകുന്നതിന് മുമ്പ് എന്റെ ജീവിതത്തിൽ എന്ത് നല്ല കാര്യം നടന്നാലും ഞാൻ ഓടി സുധിച്ചേട്ടൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടായിരിക്കും ഞാൻ പോകുന്നതെന്ന് ഇവർ ഈ കഴിഞ്ഞ 3-4 മാസമായിട്ട് 100-300ഓളം ഷോർട്ട് ഫിലിം വീഡിയോ കണ്ടൊക്കെ അഭിനയിച്ചു ഈ 300 തവണ അവിടെ പോയി സുധിച്ചേട്ടനോട് നല്ല കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ ചേച്ചി പോയപ്പോഴല്ല എന്തുണ്ട് ക്യാമറയുണ്ട് അപ്പൊ സിമ്പതി എമ്പതി ക്രിയേറ്റ് ചെയ്യാനല്ല ചേച്ചി പോകുന്നത് എന്തിനാണ് ചുമ്മാ വന്നിരുന്നിട്ട് ഇങ്ങനെ പറയുന്നത് ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ചേച്ചിക്ക് എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം അൾട്ടിമേറ്റ്സ് ഉണ്ട് ചേച്ചി ഇപ്പൊ പറഞ്ഞ കാര്യം മറന്നുപോകും 2 ദിവസം കഴിഞ്ഞ് ഇവർ ചോദിക്കുമ്പോൾ ചേച്ചി ഇതുണ്ടെന്ന് പറഞ്ഞോളെ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം ഞാൻ പറഞ്ഞ വാഗ്മാനോ എന്തെങ്കിലും ഒരെണ്ണം കൈ കൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബിഗ് ബോസിനോട് അപേക്ഷിക്കുക അവരോട് ഞാൻ അല്ലെങ്കിൽ പെട്ടുപോകും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം തരണം ലാലേട്ടൻ അടുത്ത ശനിയാഴ്ച ലാലേട്ടനോടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ലാലേട്ടനോട് പുള്ളി കേട്ടോളൂ വിഷയമൊന്നുമില്ല കേട്ടോ പുള്ളി തന്തയ്ക്ക് വിളിച്ചു മതി കേട്ടോ ആദ്യമേ ഞാൻ പറഞ്ഞേക്കാം ചുമ്മാതെ ഞാനാണ് ഈ ഒരു സംഭവം ഡയലോഗ് ഇവിടെ കൊണ്ടുവന്നത് ഇപ്പൊ പലരുടെയും വീഡിയോയുടെ ഇതിനകത്ത് കാണുന്നുണ്ട് ലാലേട്ടൻ തന്തയ്ക്ക് വിളിക്കാൻ പോകുന്നു പറഞ്ഞൊരു സംഭവം നിങ്ങൾ വിളിക്കുകയും ചെയ്യാതെ ചിലപ്പോൾ ലാലേട്ടൻ ദേഷ്യം വരുവേ ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല അടുത്ത സിനിമയില് ലാലേട്ടന്റെ അമ്മയായിട്ട് കെട്ടും മിക്കവാറും ഉറപ്പാ കാര്യം ചേച്ചി ഈ വീട് ഉണ്ടാക്കി തന്ന ആൾക്കാർക്ക് പറഞ്ഞായിരുന്നോ അപ്പൊ നമുക്കൊരാൾ വീടുണ്ടാക്കി തരുമ്പോ നമ്മള് പക്ഷെ നമുക്കൊരു വീട് ഉണ്ടാക്കാന്ന് പറയുന്നത് അത്ര വലിയ നമുക്ക് അപ്പനാ പറഞ്ഞത് ഞാനല്ല ആദ്യം അപ്പനാ പറഞ്ഞത് അപ്പനാ പറഞ്ഞത് എന്നിട്ട് അപ്പൻ അവരൊരു ഭീഷണിപ്പെടുത്തുകയോ ചെയ്തായിരുന്നു ഇവിടെ ഒരുപാട് മീഡിയക്കാരൊക്കെ വരുന്നതാ ഞങ്ങളതെടുത്ത് പുറത്ത് വിടുകയെന്ന് വീട് വെച്ച് തന്നവരോട് അവൻ വിചാരിക്കും ദൈവമേ ഇവന് വീടല്ല ഇവന് വല്ല വെച്ചു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു വല്ല കോഴിയെ കെട്ടി തൂക്കിയിട്ട് കാറ്റുകൊള്ളേണ്ട സമയത്ത് ഇവന് താണ്ട കയറി കിടക്കാൻ ഒരു കൂര പണിഞ്ഞു കൊടുത്തല്ലോ എന്നുള്ള പശ്ചാത്താപത്തിലായിരിക്കും ഫിറോസ് ഇരിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്കൊരാള് വീടുണ്ടാക്കി തരുമ്പോ നമ്മൾ അവർക്ക് റെസ്പെക്ട് ചെയ്ത് നിൽക്കുകയാണ് പക്ഷെ അത് പബ്ലിക്കിനോട് ഇങ്ങനെ ചോരുന്നു അത് ചെയ്യുന്നു ഞാൻ അങ്ങോട്ട് കയറിയൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ആരാ പറഞ്ഞു നല്ല രീതിയിൽ നിന്നിട്ടുണ്ട് നിൽക്കുന്നുണ്ടെന്ന് താൻ ചിന്തപരിക്കണത് ഓം നമ്മളെ കണ്ടായിരുന്നു എങ്ങനെയാ നിന്നിട്ടുള്ളതെന്ന് നമ്മൾ ചെയ്തായിരുന്നു എങ്ങനെയാ നിന്നിട്ടുള്ളതെന്ന് ഇനി അത് റിപ്പീറ്റേഷൻ എടുത്ത് വീഡിയോയുടെ ലെങ്ത് ഞാനായിട്ട് കൂട്ടുന്നില്ല അതുകൊണ്ട് മാത്രമേ ഇവിടെ അവസാനിപ്പിക്കും പറയാൻ പാടില്ലായിരുന്നു പറയാൻ പാടില്ല ഉത്തരം മുട്ടുന്നത് ചേച്ചിക്ക് ഉത്തരം മുട്ടും നിങ്ങൾ കണ്ടില്ലേ ചേച്ചിയുടെ ഉത്തരം മുട്ടിപ്പൊക്കൊണ്ടിരിക്കുവോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പറയണോ വേണ്ടിയോ ആർക്കെന്ത് വേണേലും ചോദിക്കാം ചേച്ചി പറഞ്ഞു അവര് ചോദിച്ചെന്ന് പറയാൻ പാടില്ല ചേച്ചി പറഞ്ഞു അതങ്ങനെ ചേച്ചിയുടെ അടുത്ത് ആരെന്ത് ചോദിച്ചാലും ചേച്ചി അതിന് ഉത്തരം പോലെ പറയും മറ്റേ കീ കൊടുക്കുന്ന പാവ പോലെ ചേച്ചി എന്ത് പറഞ്ഞാലും ചേച്ചി അത് പാടും ചേച്ചി തുള്ളാൻ പറഞ്ഞാൽ ചേച്ചി തുള്ളും ആടാൻ പറഞ്ഞാൽ ആടും പാട്ട് പാടാൻ പറഞ്ഞാൽ പാടും സംസാരിക്കാൻ പറഞ്ഞാൽ സംസാരിക്കില്ല അവരെ കുറ്റം പറഞ്ഞാൽ ചേച്ചി പറയും അത്രേ ഉള്ളൂ ഇടയിൽ കൂടെ ചേച്ചിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ മീഡിയാസിന് എടുത്ത് പറയില്ല നീ ക്യാമറ ഓൺ ചെയ്യുന്നെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം ചോദിക്കണം അത് ചോദിക്കുവാണെങ്കിൽ എനിക്ക് അതിന് ആൻസർ ഉണ്ട് അതിന് ഉത്തരം ഞാൻ തരും ചേച്ചി നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള ആൻസർ കാണുമ്പോൾ നമുക്കറിയാം ഇത് ആരുണ്ടാക്കിയ ചോദ്യമാണെന്നുള്ളൊരു കാര്യം കേട്ടോ അല്ലാതെ മീഡിയക്കാരുള്ള ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്യുന്ന ചോദ്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് തന്നെ ഈ മീഡിയക്കാർ തന്നെ വന്ന് ചോദിച്ചേനും അന്ന്
ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത്, അവിടെ ഒരു തുള്ളി വെള്ളം വീഴുന്നത് ഞങ്ങൾ കണ്ടില്ലല്ലോ എന്നവർ ഉറപ്പായിട്ട് നിങ്ങളോട് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു മീഡിയക്കാരൻ അത് ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസറോ അല്ലെങ്കിൽ ഒരു ചോദ്യമോ നിങ്ങൾ ആരെങ്കിലും ഈ കാണുന്ന വ്യൂവേഴ്സ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെങ്കിലും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ പറയുന്ന ആൻസറും ചോദ്യവും എല്ലാം സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സാധനമാണെന്നുള്ളത്. ചേച്ചി അതിനകത്ത് തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, അവരോട് മാപ്പ് ചോദിച്ചുകൊണ്ട് കൈകൂപ്പിക്കൊണ്ടൊരു വീഡിയോ ഒക്കെ ഇട്ടത് കേട്ടോ. അവരും ഇങ്ങോട്ട് മാപ്പ് പറഞ്ഞിട്ട്, ഈ മാപ്പ് പറയുന്നത് തെറ്റ് ചെയ്യുമ്പോഴത്തേക്കിനാ, അല്ലാതെ മാപ്പ് പറയുന്നത് സന്തോഷം വരുമ്പോഴല്ല. ചേച്ചി ആദ്യം മനസ്സിലാക്കി മക്കളൊന്ന് മേടിക്കാതെ ചേച്ചി എന്തുവാ പിള്ളേരിരുന്ന് വട്ടത്തിൽ ഇരുന്ന് ഊക്കിക്കൊണ്ടിരിക്കുക, അതുപോലും മനസ്സിലാക്കാൻ പറ്റാതെ അവരുടെ ഇടയിൽ കിടന്ന് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ കണ്ടുകൊണ്ട് സാറിക അവിടെ ഉണ്ട് കേട്ടോ. സാറികയ്ക്ക് വോയിസ് ഒന്നുമില്ല, എന്തോ പറ്റിയെന്ന് അറിയത്തില്ല, തലയിലെങ്ങാണ്ട് വെള്ളം വേണം തോന്നുന്നു ആദ്യമായിട്ട്. അതുകൊണ്ട് ചേച്ചി ഇച്ചിരി തണുത്ത് ഉടഞ്ഞ ഒരു സൈഡിൽ ഇരിക്കുക. അല്ലെങ്കിൽ വന്ന് സപ്പോർട്ടൊക്കെ ആയിരുന്നു. ചേച്ചി ഇവിടെ എന്തൊക്കെയാ ഹോട്ട് സീറ്റിന്റെ അപ്പുറത്ത് പോയിരുന്നിട്ട് നിങ്ങളോട് ആ ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം എന്ന് ചോദിച്ചാൽ എനിക്കെന്താ അധികാരം നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കുന്ന ഈ ക്യാമറമാനാരെ ഇവനാരെ പിടിച്ച് അങ്ങനെ മാറ്റി നിർത്തിക്കുക, ചുമ്മാ ആവശ്യമില്ലാത്ത പരിപാടി കൊണ്ട് ഇങ്ങനെയൊക്കെ നിന്ന് ചോദിക്കുന്ന ചേച്ചി ജാസിയുടെ കയ്യിൽ നിന്ന് വെള്ളത്തിന് വരെ ഏറ് കിട്ടിയിട്ട് നിങ്ങളാരെ എൻ്റെ വെള്ളം അടിക്കാനായിട്ട് നിങ്ങൾക്ക് എന്തിനാ അധികാരം എന്ന് ഇങ്ങനെയൊക്കെ ഇരുന്നുകൊണ്ട് വലിയ വായിൽ സംസാരിച്ച് മുടി ക്രോപ്പ് ചെയ്തിട്ടൊരു ചേച്ചിക്ക് എന്തൊരു പറ്റി ചേച്ചി? വെള്ളം വീണ ദേഹത്ത് എനിക്കറിയത്തില്ല. നനഞ്ഞ് ഒരു സൈഡിലേക്ക് മാറിപ്പോയി. ഈ ചോദ്യങ്ങൾ അവിടെ നടക്കുമ്പോഴും ഈ സംസാരങ്ങൾ നടക്കുമ്പോഴും ചേച്ചി അതിനിടയിലോട്ടൊന്ന് ഇൻവോൾവ് ചെയ്യാനായിട്ട് വന്ന്. അപ്പൊ ചേച്ചിക്ക് മനസ്സിലായി ഈ പിള്ളേർ 3 പേരോട് ഇരിപ്പുണ്ട്, ഇപ്പൊ 3 പേരുടെ ഇടയിൽ കൂടെ കയറി ചെയ്യുന്ന എന്നെ കൊണ്ട് പിടിക്കാനൊന്നും പറ്റത്തില്ല. എനിക്കായിട്ട് വ്യക്തമായിട്ടുള്ള സ്റ്റാൻഡ് കിട്ടട്ടെ, ഞാൻ അവിടെ കയറി പിടിക്കാതെ പിടിച്ചോ കേട്ടോ. ഉടനെ എനിക്ക് പുറത്ത് വരാം, പുറത്ത് വന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും വന്നിരുന്നിട്ട് പിടിക്കാൻ നിങ്ങൾക്ക് അത്ര നടക്കത്തുള്ളൂ. അല്ലാതെ നിങ്ങളെ കൊണ്ടൊന്നും ഇത് കൂട്ടിയാൽ കൂടാത്തില്ലെന്ന് 2 ദിവസം കൊണ്ട് തന്നെ മനസ്സിലായി. അതോ ഇനി വീഡിയോ ആയിട്ട് ടച്ച് ആവാത്തത് കൊണ്ടാണോ? എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാവരും ടച്ച് ആവാനായിട്ടുള്ളൊരു ചാൻസ് കഴിഞ്ഞു. കാരണം എല്ലാവരും അത്യാവശ്യം ഒരു ഫ്രണ്ട്ലി മൈൻഡിൽ കീപ്പ് ചെയ്ത് തന്നെ ഇനിഷ്യലി പിക്കായി വന്നത്. ആരും ഒറ്റപ്പെട്ട് പിക്കായി വന്നതല്ല. എല്ലാവരും ഫ്രണ്ട്ലി മൈൻഡ് തന്നെ കീപ്പ് ചെയ്ത് മുകളിലോട്ട് കയറി. അതിനകത്ത് ഇച്ചിരി വ്യത്യാസമായിട്ട് തോന്നിയത് അനീഷിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും നല്ല മിംഗ്ലിംഗ് എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് വന്നത്. അതുകൊണ്ട് ചേച്ചി ഇനി പൊങ്ങി വരുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും രേണുസുതി ചേച്ചിയുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും ബിഗ് ബോസിനുള്ളിൽ ഇതിനും അതിഗംഭീരമായിട്ട് നടക്കുന്നതായിരിക്കും. നടക്കുന്നതെല്ലാം ഞാൻ ഇതുപോലെ തന്നെ വീഡിയോ സഹിതം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം. ശരി എന്നാ.